നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലിറ്ററേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ ബെന്നറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആക്ച്വലി പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ജെയിൻ ഓസ്റ്റൻ്റെ ഒരു നോവലുണ്ട്. അപ്പോൾ ആ ഒരു കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ ആ ഒരു ഫേമസ് ആയിട്ടുള്ള നോവലിൻ്റെ ഒരു ഡ്രമാറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ഭാഗം. അതായത് ആ ഒരു ഫേമസ് നോവലിലെ ഒരു ഭാഗത്തിനെ ഡ്രാമയുടെ രൂപത്തിൽ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് സെമോൺ റീഡ് എന്നുള്ള റൈറ്റർ. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു സെക്ഷനാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്, ബെന്നറ്റ്സ് എന്നുള്ള പോർഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു നോവലിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അഡാപ്റ്റഡ് സെക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ നോവലിൽ പറയണം എന്നുള്ളത് ജസ്റ്റ് ഷോർട്ടായിട്ടൊരു ഓവറോൾ സ്റ്റോറി അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഓൾറെഡി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജെയിൻ ഓസ്റ്റനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നോവലിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് പറയാം. അപ്പോൾ ഇത് എസ്പെഷ്യലി ഒരു 19th സെഞ്ച്വറിയിൽ എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അതുവരെ ഫാമിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താ പറയുക, ഇൻഡസ്ട്രീസ് വന്നതുകൊണ്ട്, അതേപോലെ തന്നെ പുതിയ പുതിയ ഫാക്ടറീസും അതേപോലെ തന്നെ സിറ്റീസൊക്കെ വന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആളുകൾ ചേക്കേറുന്ന സമയമാണ്, ജോലി തേടി പോകുന്ന ആ ഒരു ട്രാൻസിഷൻ പീരിയഡാണ്. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ വെൽത്ത് ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു ആളുകളുടെ എത്രത്തോളം അവർക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന് നോക്കിയിരുന്നു. ക്യാരക്ടർ എന്നതിലുപരി അവരുടെ ഫാമിലി നല്ല അടിപൊളിയായിട്ടുള്ള ഫാമിലിയാണോ, ഹിസ്റ്ററി നല്ല എന്താ പറയുക പാരമ്പര്യമുള്ള തറവാട്ടിലത്തെയാണോ, അല്ലെങ്കിൽ നമ്മൾ നല്ല വെൽത്തുള്ള ഫാമിലിയാണോ, ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ എല്ലാം എന്താണ് സോഷ്യലി എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇതുണ്ട്. അതായത് ഈ രീതിക്ക് വേണം ഡ്രസ്സ് ചെയ്യാൻ, ഈ രീതിക്ക് വേണം ബിഹേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ രീതിക്ക് വേണം നമ്മൾ ജീവിക്കാൻ, അങ്ങനെ എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള നോംസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ സ്ത്രീകളെന്ന് പറയുന്നത് അവർ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ്, പഠിക്കേണ്ട കാര്യമില്ല, ജോലി ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് സ്നേഹം, നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുക അങ്ങനെ ആയിരുന്നില്ല, പൈസയുള്ള ആളുടെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മണിയാണ് എന്നൊരു ചിന്താഗതിയൊക്കെയാണ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല സ്ത്രീകളെന്ന് പറയുമ്പോൾ അവർക്ക് എന്താ അവരുടെ അച്ഛൻ്റെ സ്വത്തിൽ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് നമ്മളെന്താ പറയുക, ആൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് അധികാരം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പിന്നെ സഹോദരിയുടെ മക്കൾക്കോ അങ്ങനെ ആരാണോ ആൺകുട്ടികളുള്ള അവർക്കാണ് ആ സ്വത്തിൽ അവകാശം ഉണ്ടാവുള്ളൂ, സ്ത്രീകൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ പൈസ, വീട്ടിലെ പണം കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും പുരുഷൻ്റെ ജോലിയാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ആയിക്കോട്ടെ, സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതൊക്കെയും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ ഒരു പ്രൈഡ് ആൻഡ് പ്രജുഡിസിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ഒന്നും ഞാൻ സെക്ഷൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഞാൻ പറഞ്ഞു പോയി എന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് അറിയേണ്ടത് ജെയിൻ, എലിസബത്ത്, മേരി, കിറ്റി ആൻഡ് ലിഡിയ, ദ 5 unmarried daughters of Mr. and Mrs. Bennet of Longbourn, Hertfordshire, received news that a wealthy bachelor named Charles Bingley has rented the manor at Netherfield Park nearby. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് 5 പെൺകുട്ടികളുണ്ട്. ജെയിൻ, എലിസബത്ത്, മേരി, കിറ്റി, ലിഡിയ, അങ്ങനെ 5 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇത് മിസ്റ്റർ ബെന്നറ്റിൻ്റെയും മിസ്സസ് ബെന്നറ്റിൻ്റെയും മക്കളാണ്. അച്ഛനെയും അമ്മയുടെ പേരോർത്ത് വയ്ക്കുക, മിസ്റ്റർ ബെന്നറ്റ് ആൻഡ് മിസ്സസ് ബെന്നറ്റ്. അപ്പോൾ അവരുടെ 5 മക്കൾ പെൺകുട്ടികളുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പെൺകുട്ടികൾക്ക് 5 പേർക്കും അച്ഛൻ്റെ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എസ്പെഷ്യലി അമ്മയായിട്ടുള്ള മിസ്സസ് ബെന്നറ്റിൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ഈ പെൺകുട്ടികൾ നല്ല റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും പുരുഷന്മാരുടെ കൂടെ വേണം ജീവിക്കാൻ, അവരെ അത്തരത്തിൽ കല്യാണം കഴിപ്പിച്ച് വിടണം നല്ല ആഗ്രഹമുള്ള ഒരു സ്ത്രീയായിരുന്നു മിസ്സസ് ബെന്നറ്റ്. അപ്പോൾ ആ ഒരു സമയത്താണ് അവരറിയുന്നത് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചാൾസ് ബിംഗ്ലി എന്ന് പറയുന്ന റിച്ച് ആയിട്ടുള്ള ബാച്ചിലർ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയാളെ കൊണ്ട് നമ്മുടെ 5 മക്കളിൽ ഒരാളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഈ അമ്മയ്ക്കുണ്ട്. ആസ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡു നോട്ട് അലൗ ഡോട്ടേഴ്സ് ടു ഇൻഹെറിറ്റ് എ ഫാദേഴ്സ് എസ്റ്റേറ്റ്, മിസ്സസ് ബെന്നറ്റ് ഇസ് ഡിറ്റർമിൻഡ് ടു സീ ഹർ ഡോട്ടേഴ്സ് വെൽ മാരീഡ് ടു സേഫ്ഗാർഡ് ദെയർ ഫ്യൂച്ചേഴ്സ് ആൻഡ് സീസ് മിസ്റ്റർ ബിംഗ്ലി ആസ് എ പ്രൈം കാൻഡിഡേറ്റ് ഫോർ വൺ ഓഫ് ദം. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്വത്തിൽ ഈ 5 പേർക്കും യാതൊരു അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൈസ ഉള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരു ആൺകുട്ടികൾക്ക് വേണം തൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനെന്ന് ആ അമ്മയ്ക്ക് തീരുമാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്തെ സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. ബാക്ക് ഹോം ജെയിൻ ആൻഡ് എലിസബത്ത് ഫൈൻഡ് മിസ്റ്റർ കൊളിൻസ് വിസിറ്റിംഗ്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഈ ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ ബിംഗ്ലി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ പഠിക്കാനുള്ള സെക്ഷനകത്ത് വരുന്നില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇതിൽ മെയിനായിട്ട് വരുന്ന മെയിൽ ക്യാരക്ടർ, ഇവരുടെ അച്ഛന് പുറമെ വരുന്ന മെയിൽ ക്യാരക്ടർ മിസ്റ്റർ കൊളിൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ വീട്ടിൽ വരുന്ന സമയത്ത്
ജെയിനും എലിസബത്തും കൂടെ വീട്ടിൽ വരുന്ന സമയത്ത് മിസ്റ്റർ കൊളിൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ മിസ്റ്റർ കൊളിൻസ് എന്ന് പറയുന്നത് ഇസ് എ പോംപസ് ക്ലർജി മാൻ ഹു ഇസ് ദ ഹെയർ ടു ദ ബെന്നറ്റ് എസ്റ്റേറ്റ് ആൻഡ് ഹാസ് എവറി ഇൻറ്റൻഷൻ ഓഫ് മാരിയിങ് വൺ ഓഫ് ദ 5 ബെന്നറ്റ് ഗേൾസ്. അപ്പോൾ ഈ മിസ്റ്റർ കൊളിൻസ് എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റർ ബെന്നറ്റിൻ്റെ കസിനാണ്. മിസ്റ്റർ കൊളിൻസ് എന്ന് പറയുന്നത് മിസ്റ്റർ ബെന്നറ്റിൻ്റെ കസിനാണ്. അതായത് ഈ കുട്ടികളുടെ അച്ഛൻ്റെ ഒരു റിലേഷനിൽ വരുന്ന ഒരു കസിനായിട്ട് വരും നമ്മുടെ മിസ്റ്റർ കൊളിൻസ്. അപ്പോൾ ആൾ ഒരു ക്ലർജി മാൻ ആണ്. ക്ലർജി മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്ന ആ ഒരു പോസ്റ്റിലുള്ള ആളുകളാണ് ക്ലർജി മാൻ എന്ന് പറയുക. അപ്പം അത്തരത്തിലുള്ളൊരു ക്ലർജി മാനാണ്. അത്യാവശ്യം എന്താ പറയുക വെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ആക്ച്വലി ഈ ഒരു മിസ്റ്റർ ബെന്നറ്റിൻ്റെ സ്വത്തിൻ്റെയൊക്കെ ഒരു അവകാശിയായിട്ട് വരാനുള്ള ഒരു അനന്തരാവകാശി എന്നൊക്കെ പറയും. കാരണം ആൺകുട്ടികൾക്ക് ബന്ധത്തിലുള്ള ആൺകുട്ടികൾക്കാണുള്ള സ്വത്ത് പോയി 5 പെൺകുട്ടികൾക്കും കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നത് കൊളിൻസിനാണ്. അപ്പോൾ ഈ മിസ്റ്റർ കൊളിൻസിന് എന്തുകൂടെ ഒരു ആഗ്രഹം ഉണ്ട്, അതായത് ഈ 5 പേരിൽ ഒരാളിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം, അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വത്ത് മുഴുവൻ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത്തരത്തിൽ മാക്സിമം അവരുടെ സ്വത്ത് കിട്ടുക എന്നുള്ള ഒരു രീതിക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ കൊളിൻസ് എലിസബത്തിനെ തന്നെ, അതിൽ 5 ഒരാളെന്നുള്ള രീതിക്ക് എലിസബത്തിനെ തന്നെ എയിം ചെയ്തിട്ടാണ് അവർ വരുന്നത്. എലിസബത്തിന് പ്രപ്പോസ് ചെയ്യണം, അവളെന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള എയിം വെച്ചിട്ടാണ് നമ്മുടെ മിസ്റ്റർ കൊളിൻസ് അവിടെ വരുന്നത്. ഹി പ്രപ്പോസസ് ടു എലിസബത്ത് ഹു ഡെൻസ് ഹിസ് പ്രൈഡ് ബൈ ടേണിങ് ഹിം ഡൗൺ. അപ്പോൾ ഇയാൾ കൊളിൻസ് വന്നിട്ട് നമ്മുടെ എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവൾ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് രീതിക്കാണ് റിജക്ട് ചെയ്യുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ ഇത്രയേ ഉള്ളൂ. മിസ്റ്റർ കൊളിൻസ്, അതായത് ബെന്നറ്റിൻ്റെ കസിനായിട്ട് വരുന്ന മിസ്റ്റർ കൊളിൻസ് ബെന്നറ്റിൻ്റെ മകളായിട്ടുള്ള എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സീന് ഇയാൾ പ്രപ്പോസ് ചെയ്യുന്നതും ഇവൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതും എന്നുള്ള ഒരു ഷോർട്ട് സെക്ഷൻ, സിമ്പിളായിട്ടുള്ള ഷോർട്ട് സെക്ഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്രയും കാര്യം പറയണം എന്നുള്ളത് അത്യാവശ്യമായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോവാം. നമ്മുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു മിസ്റ്റർ ബെന്നറ്റ് ആരാണ്, ഫാദർ ടു ദ ബെന്നറ്റ് ഗേൾസ്. നമ്മുടെ ബെന്നറ്റ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരല്ല, ദ ബെന്നറ്റ്സ് എന്നുള്ളത്. ബെന്നറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ബെന്നറ്റിൻ്റെയും മിസ്സസ് ബെന്നറ്റിൻ്റെയും അവരുടെ മക്കളുടെയും ഒക്കെ ആ ഒരു എന്താ പറയുക കഥ പറയുന്ന സെക്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മിസ്റ്റർ ബെന്നറ്റ് ഫാദർ ടു ദ ബെന്നറ്റ് ഗേൾസ്, അപ്പോൾ അച്ഛനാണ് മിസ്റ്റർ ബെന്നറ്റ്. പിന്നെ മിസ്സസ് ബെന്നറ്റ് എന്ന് പറഞ്ഞാൽ മദർ ടു ദ ബെന്നറ്റ് ഗേൾസ്. പിന്നെ വരുന്ന മെയിൻ ക്യാരക്ടർ എലിസബത്ത് ആണ്. അവളെ വിളിക്കുന്ന വേറെ നിക് നെയിം എന്ന് പറയുന്നത് ലിസി എന്ന് പറയുന്നത് എലിസബത്തിനെ തന്നെയാണ്. ദ പ്രൊട്ടഗണിസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓഫ് ദി ബെന്നറ്റ് ഗേൾസ്, ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഔട്ട് സ്പോക്കൺ ആൻഡ് ക്വിക്ക് വിറ്റഡ്. അപ്പോൾ ഇവിടെ കഥ പറയുന്നത് അല്ലെങ്കിൽ ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ എലിസബത്താണ് അല്ലെങ്കിൽ ലിസിയാണ്. ഇവളെന്ന് പറയുന്നത് അവരുടെ 5 കുട്ടികളുടെ 2ാമത്തെ മകളാണ് കേട്ടോ. അപ്പോൾ ഇവളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, ഡയറക്റ്റായിട്ട് പറയുമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ഒരുപാട് ഒളിയും മറയൊന്നും ഇല്ലാതെ ക്വിക്കായിട്ട് അവൾ റെസ്പോണ്ട് ചെയ്യും. അവൾക്ക് അപ്പം എന്താണ് തോന്നി ആ കാര്യം അവൾ മുഖത്തടിച്ച പോലെ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ്. മിസ്റ്റർ കൊളിൻസ് ആണ് നെക്സ്റ്റ് വരുന്ന ക്യാരക്ടർ, ഡിസ്റ്റന്റ് കസിൻ ഓഫ് മിസ്റ്റർ ബെന്നറ്റ്. മിസ്റ്റർ ബെന്നറ്റിൻ്റെ ഡിസ്റ്റന്റ് കസിൻ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ മെയിനായിട്ടാണ് മിസ്റ്റർ ബെന്നറ്റ്, മിസ്സസ് ബെന്നറ്റ്, എലിസബത്ത്, മിസ്റ്റർ കൊളിൻസ്, ഈ 4 ക്യാരക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ള സെക്ഷനിൽ വരുന്നത്. മൊത്തം സ്റ്റോറിയിൽ നോവലിൽ കുറേ ക്യാരക്ടേഴ്സ് വരുന്നത്, ഇതാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. Elizabeth re-enters reluctantly. Her sisters crowd outside the doorway. Mrs. Bennet makes to leave. അപ്പോൾ ആക്ച്വലി ഇവിടെ ആ സമയത്ത് നമ്മുടെ മിസ്റ്റർ കൊളിൻസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം എലിസബത്തിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ എലിസബത്ത് അവിടെ വരുന്നുണ്ട്. അവൾ അവിടെ മടിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. കാരണം അവൾക്ക് മിസ്റ്റർ കൊളിൻസിന് പറയാനുള്ള കാര്യം കേൾക്കണമെന്നില്ല എന്നുള്ള മട്ടിലാണ് അവളവിടെ വരുന്നത്. her sisters crowd outside the doorway. ആ ഒരു ഡോർവേയുടെ വാതിലിൻ്റെ അവിടെ വെച്ച് അവളുടെ സിസ്റ്റേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. മിസ്സസ് ബെന്നറ്റ് മേക്സ് ടു ലീവ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, ശരി എന്താണ് മിസ്റ്റർ കൊളിൻസിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുക എന്നുള്ള രീതിക്ക് അമ്മ അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എലിസബത്ത്, ഡിയർ മാം ഡു നോട്ട് ഗോ, ഐ ബെഗ് യു ഡു നോട്ട് ഗോ. അപ്പോൾ എലിസബത്ത് ഡിയർ മാം എന്ന് വിളിക്കുന്ന അമ്മേനെയാണ് കേട്ടോ, റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡിയർ മാം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരിക്കലും പോവരുത്, നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല. മിസ്റ്റർ കൊളിൻസ് മസ്റ്റ് എക്സ്ക്യൂസ് മീ, ഹി ക്യാൻ ഹാവ് നത്തിങ് ടു സേ ടു മീ ദാറ്റ് എനിബഡി നീഡ് നോട്ട് ഹിയർ. അപ്പോൾ എലിസബത്ത് പറയാണ് മിസ്റ്റർ കൊളിൻസ് എന്നോട് ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം, അതായത് എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരാരും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യവും മിസ്റ്റർ കൊളിൻസ് പറയേണ്ട ആവശ്യമില്ല, അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇവരുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്നാണ് എലിസബത്ത് പറയണം. മിസ്സസ് ബെന്നറ്റ്, നോ നോൺസെൻസ് ലിസി, ഐ ഡിസയർ യു വിൽ സ്റ്റേ വോ യു ആർ. അപ്പോൾ അമ്മ പറയാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നോളുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ തന്നെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അമ്മയുടെ ഒരു ക്യാരക്ടർ മനസ്സിലാവും. ഇത് ആക്ച്വലി മിസ്റ്റർ കൊളിൻസ് എന്ന് പറയുന്ന അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെ, മാത്രമല്ല നമ്മുടെ മിസ്റ്റർ ബെന്നറ്റിൻ്റെ അനന്തരാവകാശിയും ആയതുകൊണ്ട് തന്നെ അപ്പം ഈ അമ്മയ്ക്ക് താല്പര്യമുണ്ട് മകൾ അയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം, നന്നായിരിക്കും, അപ്പോൾ സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെ ആയിരുന്നു, നമ്മുടെ സ്വത്ത് അങ്ങനെ വിട്ടു പോവില്ല എന്നൊക്കെയുള്ള ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ അമ്മ അവിടെ അവളെ പിടിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ക്യാരക്ടർ ഓർക്കുക എങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ
എലിസബത്ത് വീണ്ടും നോ മമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. മിസ്സസ് ബെന്നറ്റ്, ലിസി, ഐ ഇൻസിസ്റ്റ് അപ്പോൺ യു സ്റ്റേയിങ് ആൻഡ് ഹിയറിംഗ് മിസ്റ്റർ കൊളിൻസ്. മിസ്റ്റർ ബെന്നറ്റ് ഗ്രിമേസസ് അവോയ്ഡ്സ് ദ അപ്പീൽ ഇൻ എലിസബത്ത്സ് ഐസ്. അപ്പോൾ അങ്ങനെ മിസ്സസ് ബെന്നറ്റ് അമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്ക് എന്താണ് മിസ്റ്റർ കൊളിൻസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തും കൂടി നോക്കണം, അതായത് അച്ഛൻ്റെ അടുത്തും കൂടി അമ്മ നോക്കണം, അദ്ദേഹം കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം മിസ്റ്റർ ബെന്നറ്റും എന്ത് ചെയ്യണം, ആ ഒരു മുഖത്ത് ആ ഒരു ഇഷ്ടക്കേട് പോലത്തെ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. എന്നിട്ട് എലിസബത്തിൻ്റെ ആ ഒരു കണ്ണിലത്തെ ആ ഒരു ദയനീയത, അല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന അവളുടെ കണ്ണിലത്തെ ഒരു എക്സ്പ്രഷൻ അയാൾ അവോയ്ഡ് ചെയ്യണം, അയാൾക്കത് കാണണ്ടാന്ന് വെച്ചിട്ട്. ആൻഡ് ലീവ്സ് വിത്ത് മിസ്സസ് ബെന്നറ്റ്. അതും പറഞ്ഞിട്ട് വൈഫിൻ്റെ കൂടെ അദ്ദേഹം ഇറങ്ങിപ്പോവാണ്, അതായത് അച്ഛനും അമ്മയും ആ ഒരു സീനിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. എപ്പോസ് അപ്പോൾ എന്തായി, നമ്മുടെ മിസ്റ്റർ കൊളിൻസും നമ്മുടെ എലിസബത്തും മാത്രമാണ് ഇപ്പോൾ സീനിലുള്ളത്. മിസ്റ്റർ കൊളിൻസ് ഗ്രിൻസ് അറ്റ് എലിസബത്ത്, ഷി ബാലി കൺസീൽസ് ഹെർ ഡിസ്കംഫർട്ട്. അപ്പോൾ മിസ്റ്റർ കൊളിൻസ് ഇങ്ങനെ അവളെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എലിസബത്തിന് എന്താണ് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്, തീരെ ഒരു സുഖമില്ലാത്ത ഫീൽ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്കൊരു താല്പര്യക്കുറവ് തോന്നുമല്ലോ, ആ സംഭവം അവൾക്ക് ഫീൽ ചെയ്യാണ്. Mr. Collins, Miss Elizabeth, your modesty, so far from doing you any disservice, rather adds to your perfections. അപ്പോൾ ഈ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ എലിസബത്തിനെ ഇങ്ങനെ പതപ്പിച്ച് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മിസ് എലിസബത്ത്, നിങ്ങളുടെ ആ ഒരു എളിമ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നിങ്ങളുടെ ആ ഒരു സ്വഭാവമൊക്കെ നിങ്ങളുടെ പെർഫെക്ഷൻസിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Almost as soon as I entered the splendid house, I singled you out as the companion of my future life. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ പടി കടന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങളെ നോട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഭാവി ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഭാവി വധു നിങ്ങളായിരിക്കും, എൻ്റെ തുണ നിങ്ങളായിരിക്കും, കമ്പാനിയൻ നിങ്ങളായിരിക്കും എന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ബിഫോർ ഐ റൺ അവേ വിത്ത് മൈ ഫീലിംഗ്സ് ഓൺ ദ സബ്ജക്ട്, പെർഹാപ്സ് ഇറ്റ് വിൽ ബി അഡ്വൈസബിൾ ഫോർ മീ ടു സ്റ്റേറ്റ് മൈ റീസൺസ് ഫോർ മാരിയിങ്. ഞാൻ എൻ്റെ ഫീലിങ്സ് ഇങ്ങനെ എന്താ പറയുക ഓവർവീം ചെയ്ത് പോകുന്നതിന് മുന്നേ, ഇങ്ങനെ പുറത്ത് ഒഴുകി വരുന്നതിന് മുൻപേ ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം. ഞാൻ ഒന്ന് എക്സ്പ്രസ് ചെയ്തോട്ടെ എന്നുകൊണ്ട് ആളിങ്ങനെ വാരിക്കോരി തൂവി വിടുകയാണ് ആളുടെ എക്സ്പ്രഷൻസ് കേട്ടോ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നുള്ളത്. ആൻഡ് മോർ ഓവർ ഫോർ കമ്മിങ് ടു ഹെർട്ട്ഫോർഡ്ഷയർ വിത്ത് ദ ഡിസൈൻ ഓഫ് സെലക്ടിങ് എ വൈഫ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനൊരു വൈഫിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഞാൻ കുറച്ച് പോയിന്റ് ആയിട്ട് 3 പോയിന്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആൾ പോയിന്റ് വൈസ് പറയാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ്, every clergyman should set the example of matrimony in his parish. ഇപ്പോൾ ഏതൊരു ക്ലർജിമാൻ, നമ്മൾ പറഞ്ഞു ഓൾറെഡി ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള റോളിൽ നിൽക്കുന്ന ആളുകളാണ് ക്ലർജിമാൻ എന്ന് പറയുക. അപ്പോൾ ഏതൊരു ക്ലർജിമാനും സ്വന്തം വിവാഹത്തിൽ കൂടെ നമ്മുടെ ഇടവകയിൽ ഒരു മാതൃകയാവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മാതൃകയാവാൻ പറ്റിയ ഒരു പാർട്ട്ണറാണ് നീ എന്ന് എനിക്കറിയാം. സെക്കൻഡ്ലി, രണ്ടാമത്തെ റീസൺ, ഇറ്റ് വിൽ ആഡ് വെരി ഗ്രേറ്റ്ലി ടു മൈ ഹാപ്പിനെസ്. അപ്പോൾ അത് എൻ്റെ സന്തോഷത്തിന് അത്രയും എന്താ പറയുക മുകളിൽ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നീ. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ റീസൺ. തേർഡ്ലി, ആൻഡ് പെർഹാപ്സ് ഐ ought to have mentioned this earlier, it is advice and recommendation of my patroness lady Catherine that I marry as soon as I can. അപ്പോൾ എൻ്റെ പാട്രണസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. Your wit and vivacity I think will be acceptable to her, especially when tempered with the silence and respect which her rank will inevitably excite. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ ഒരു സ്വഭാവം, ഈ ഒരു എന്താ പറയുക അടക്കമുതുക്കം, എളിമ, നല്ല ഈ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ പാട്രണസിന് നിന്നെ നന്നായിട്ട് ബോധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും എൻ്റെ ഒരു കാരണമാണ് നിന്നെ കല്യാണം കഴിക്കാൻ. And now nothing remains but to assure you in the most animated language of the violence of my affection, though no ungenerous reproach shall ever pass my lips when you are my wife. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അതായത് എൻ്റെ ഭാഗത്തു നിന്നും നീ എൻ്റെ എൻ്റെ വധുവായി കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദേഷ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഔദാര്യം ഇല്ലാത്ത രീതിയിൽ, ഇഷ്ടമില്ലാത്ത രീതിയിൽ, മോശമായിട്ട് യാതൊരു വാക്കുപോലും എൻ്റെ വായിൽ നിന്ന് വീഴില്ല. നമ്മൾ പറയാം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ സിമ്പിളായിട്ട് പറയും. അതിനെ ആളിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് വലിയ സംഭവമായിട്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ എലിസബത്ത് പറയാണ്, യു ആർ ടു ഹേസ്റ്റി സാർ, നിങ്ങൾ വല്ലാതെ തിടുക്കം കൂട്ടുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്, ഇവൾക്ക് എന്താ പറയാനുള്ളതെന്ന് ആൾ കേൾക്കുന്നില്ല. യു ഫോർഗെറ്റ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് നോ ആൻസർ, നിങ്ങൾ മറന്നു തോന്നുന്നു, ഞാൻ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല, ഒരു സെൻറ്റൻസിന് പോലും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല, ഇതൊന്നും കേൾക്കാതെയാണ് ഞാൻ ഒന്നും പറയില്ല എന്ന് മനസ്സിലാവാഞ്ഞിട്ട് എന്താണെന്നറിയില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സാർ എന്ന് അവൾ ഓർമ്മിപ്പിക്കുകയാണ്. ലെറ്റ് മീ ഡു ഇറ്റ് വിതൗട്ട് ഫർദർ ലോസ് ഓഫ് ടൈം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞോട്ടെ, എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യം ഞാനൊന്നും സമയം കളയാതെ പറഞ്ഞോട്ടെ. ഫസ്റ്റ്, അവൾ അതുപോലെ 3 പോയിന്റ് ആക്കിയിട്ട് പറയുന്നത്, ഫസ്റ്റ്, അക്സെപ്റ്റ് മൈ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻറ്റ് യു ആർ പേയിങ് മീ. അപ്പോൾ എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ള ഈ കോംപ്ലിമെൻറ്റിലൊക്കെ എനിക്ക് നന്ദിയുണ്ട്, അത് ഞാൻ ആദ്യം പറയുകയാണ്. സെക്കൻഡ്,
ഐ ആം വെരി സെൻസിബിൾ ഓഫ് ദ ഹോണർ ഓഫ് യുവർ പ്രപ്പോസൽസ്. ഞാൻ നിങ്ങൾ ഈ തന്നിട്ടുള്ള ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പ്രപ്പോസലിൽ എനിക്ക് അത്രയും ബഹുമാനമുണ്ട്, അതിനെ വിവേകപരമായി ചിന്തിക്കാനുള്ള ബോധവും എനിക്കുണ്ട്. ആൻഡ് തേർഡ്, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ ടു ഡു അതർവൈസ് ദാൻ ഡിക്ലൈൻഡ്. ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഒരു പ്രപ്പോസൽ നിരസിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നും എൻ്റെ മുന്നിലില്ല. കാരണം ഞാനിത് നിരസിക്കുന്നു, ഞാനിത് ഡിക്ലൈൻ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റർ കൊളിൻസ് സ്റ്റിൽ സ്മൈലിംഗ്. അപ്പോഴും ആളാ ഒരു ചിരി അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാണ് കേട്ടോ. ഐ നോ ഇറ്റ് ഈസ് നോട്ട് അൺയൂഷ്വൽ ഫോർ യങ് ലേഡീസ് ടു റിജക്ട് അഡ്രസ്സസ് ഓഫ് ദ മാൻ ഹൂം ദേ സീക്രട്ട്ലി മീൻ ടു അക്സെപ്റ്റ്. അതേ പറയാണ്, അതെനിക്കറിയാം, ഞാനത് പ്രതീക്ഷിച്ചതാണ്. അതായത് സാധാരണ ഈ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, യുവതികളൊക്കെ എങ്ങനെയാണ് പതിവ്, മനസ്സിൻ്റെ ഉള്ളിൽ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് എന്താ കാണിക്കുക, എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൽ ആദ്യം നമ്മളൊന്ന് റിജക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു സ്വഭാവം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അതന്നെയാണ് നീ കാണിക്കണം എന്ന് വീണ്ടും ആളിങ്ങനെ കുറച്ച് ഷുഗറൊക്കെ അങ്ങനെ പുരട്ടിയിട്ട് സംസാരിക്കുകയാണ്. Sometimes the refusal is repeated a second or even a third time. ചിലപ്പോൾ രണ്ടാമതും നീ എന്താ പറയുക, ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്തിരിക്കും. ചിലപ്പോൾ മൂന്നാമതും റിജക്ട് ചെയ്തത് വരും. ഐ ആം therefore by no means discouraged by what you have just said. ഞാൻ അതുകൊണ്ടൊന്നും നിരാശപ്പെടാൻ പോകുന്നില്ല, ഞാൻ വീണ്ടും നിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് shall hope to lead you to the altar before long. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, ഞാൻ നിന്നെ ആ ഒരു അൽത്താരയിലേക്ക് എൻ്റെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നീ റിജക്റ്റ് ചെയ്താലും ഞാൻ വീണ്ടും നിൻ്റെ പുറകെ പ്രപ്പോസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. കാരണം പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ, മനസ്സിലിഷ്ടമുണ്ടെങ്കിലും പുറത്ത് നോ അല്ലേ പറയുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ എലിസബത്ത് നല്ല മനോഹരമായിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. യുവർ ഹോപ്പ് ഈസ് റാദർ എക്സ്ട്രാ ഓർഡിനറി ആഫ്റ്റർ മൈ ഡിക്ലറേഷൻ. ഞാനിത് പറഞ്ഞ് എൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം നിങ്ങളുടെ ഈ ഒരു പ്രതീക്ഷ, ഞാൻ വീണ്ടും വരും, അല്ലെങ്കിൽ ഞാൻ 2-3 വട്ടം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള നിങ്ങളുടെ ഈ പ്രതീക്ഷ ഉണ്ടല്ലോ, അത് അസാധാരണമാണ്. I'm not one of those young ladies who are so daring as to risk their happiness on the chance of being asked the second time. ഞാൻ ഒരിക്കലും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള യുവതികളുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ കൂട്ടത്തിലല്ല. ഒരു രണ്ടാമതോ മൂന്നാമതോ ചോദിക്കുമ്പോഴേക്കും ആദ്യം ഉള്ളിൽ ഉണ്ടായിരുന്ന ഇഷ്ടം പുറത്തേക്ക് ആദ്യം ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും രണ്ടാമതും മൂന്നാമതും പ്രപ്പോസ് ചെയ്യുമ്പോൾ യെസ് പറയുന്ന ടൈപ്പിലുള്ള നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലല്ല ഞാൻ. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിലല്ല കേട്ടോ ഞാൻ. You could not make me happy. നിങ്ങൾക്ക് എന്നെ ഹാപ്പി ആക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ഐ ആം ദ ലാസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ടു മേക്ക് യു സോ. അതേപോലെ തന്നെ നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഈ ലോകത്തിലെ അവസാനത്തെ വ്യക്തിയായിരിക്കും ഞാൻ. അതായത് വേറെ എല്ലാവർക്കും ആരൊക്കെ ഹാപ്പി ആക്കാൻ പറ്റിക്കഴിഞ്ഞാലും എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. ഐ ആം പെർഫെക്റ്റ്ലി സീരിയസ് ഇൻ മൈ റിഫ്യൂസൽ. ഞാൻ നിങ്ങളെ തിരസ്കരിച്ചത് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ്, അല്ലാണ്ട് ഞാൻ ഉള്ളിൽ ഇഷ്ടം വെച്ച് പുറത്ത് ഇഷ്ടക്കേട് കാണിച്ചതൊന്നും അല്ല. I wish you very happy and very rich, and by refusing your hand, do all in my power to prevent you being otherwise. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, റിച്ച് ആയിരിക്കാം, എന്തൊക്കെ ആയിരുന്നാലും ഞാൻ എന്തല്ല തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ഈ ഒരു കൈ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി റെഡി ആവുക, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കില്ല. Mr. Collins, it does not appear to me that my hand is unworthy of your acceptance, or that the establishment that I can offer you would be anything other than highly desirable. അപ്പോൾ എനിക്ക് തോന്നണില്ല നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വിലയില്ലാത്തൊരു കൈയൊന്നല്ല എൻ്റെ, നിനക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അത്രയും മോശം എന്നല്ല ഞാനൊരു സംഭവമാണെന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾ പറയുകയാണ്, അതേപോലെ തന്നെ ഞാനിപ്പം നിനക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഓഫർ എന്താണെന്നാണ് പറയുന്നത്, വളരെ ഡിസയർ, ആരും മോഹിച്ചു പോകുന്ന മോഹന വാഗ്ദാനങ്ങളാണ് ഞാൻ നിനക്ക് തന്നിട്ടില്ല. എന്നെപ്പോലത്തെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് നിൻ്റെ ഭാഗ്യമാണ് എന്നാണ് ആൾ പറയണം. And you should take it into your further consideration that in spite of your manifold attractions, it is by no means certain that another offer of marriage may ever be made to you. അപ്പോൾ ഇതുപോലെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ആളെ എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മാരേജ് ഓഫറൊന്നും എനിക്ക് കിട്ടാനേ പോണില്ല. I must therefore conclude that you are not serious in your rejection for me. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക റിജക്ഷൻ, നീ എന്നെ തിരസ്കരിച്ചതിൽ നീ സീരിയസ് അല്ല, അല്ലെങ്കിൽ നീ ഇത് മാറ്റി ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. എലിസബത്ത്, ക്യാൻ ഐ സ്പീക്ക് പ്ലെയിനർ? അപ്പോൾ പറയാം, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് തെളിച്ചങ്ങോട്ട് പറഞ്ഞോട്ടെ. മര്യാദയ്ക്ക് പറഞ്ഞാൽ എന്തായാലും ആൾക്ക് മനസ്സിലാവണില്ലേ, ഒന്നും കൂടെ തെളിച്ച് പറഞ്ഞോട്ടെ. ഡു നോട്ട് കൺസിഡർ മീ ആൻ എലഗൻറ്റ് ഫീമെയിൽ ഇൻറ്റൻറ്റിങ് ടു പ്ലേഗ് യു. അപ്പോൾ വളരെ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക ഡീസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മയത്തിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു പെൺകുട്ടി നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ നിൽക്കുന്ന ആ ടൈപ്പ് പെൺകുട്ടി അല്ല ഞാൻ. അങ്ങനെ എന്നെ ഒരിക്കലും ചിന്തിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും എന്നെ കൺസിഡർ ചെയ്യരുത്. ബട്ട് ആസ് എ റാഷണൽ ക്രിയേച്ചർ സ്പീക്കിംഗ് ദ ട്രൂത്ത് ഫ്രം ഹർ ഹാർട്ട്. എനിക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം എന്താണ് എൻ്റെ ഹൃദയത്തിൽ നടക്കുന്നതെന്നുള്ള, എന്താണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത്. അത് അതേപടി റാഷണലായിട്ട് സംസാരിക്കുന്ന, പുറത്ത് പറയുന്ന വ്യക്തിയാണ് ഞാൻ. മിസ്റ്റർ കൊളിൻസ്, ഞാൻ യൂണിഫോമിലി ചാമിങ്. ഇപ്പോൾ വീണ്ടും ഇയാൾ നിർത്തുന്നില്ല, ആൾ വീണ്ടും ഇങ്ങനെ ഷുഗർ പുരട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആൾ പറയണം, നിങ്ങൾ വളരെ എന്താ പറയുക മനോഹരമായിട്ട്, അല്ലെങ്കിൽ വളരെ ചാമിങ്, വളരെ സുന്ദരിയാണ്.
and I am persuaded that my proposals will be sanctioned by the express authority of your excellent parents. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അപ്പോഴും ഞാൻ വിട്ടുപോകാൻ പരിപാടി ഇല്ല എന്ന് തന്നെയാണ് ആൾ ഉദ്ദേശിക്കണേ. അപ്പോൾ ആൾ പറയാണ് അപ്പോൾ നീ ഇത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും നിൻ്റെ പാരൻസിൻ്റെ എനിക്ക് ചിലപ്പോൾ സാങ്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചോളാം എന്നാണ് പറയുന്നത്. വേറെ എന്തോ ഒരു പദ്ധതിക്കൊക്കെ നമ്മൾ സാങ്ഷൻ വാങ്ങിക്കാൻ വേണ്ടി ഓഫീസിൽ പോണ പോലെയാണ് ആൾ പറയുന്നത്. നീ സമ്മതിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിൻ്റെ പാരൻസ് അവർ സമ്മതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആൾ പറയണം. എലിസബത്ത് ലീവ്സ് ഇൻ ഫ്രസ്ട്രേഷൻ. അതുകൊണ്ട് നമ്മൾക്ക് ഇവൾക്ക് ആകെ ദേഷ്യം വരണം, അവൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മിസ്സസ് ബെന്നറ്റ് ഹു ഹാസ് ബീൻ സ്ട്രെയിനിങ് ടു ലിസൺ അറ്റ് ദ ഡോർ ടംബിൾസ് ഇൻ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവിടെ ഡോർ തുറന്നുകൊണ്ട് ഇറങ്ങുമ്പോഴേക്കും അതിൽ അവിടെ നിൽക്കുന്നവരാണ് അമ്മയാണ്, എന്താണ് ഇവർ സംസാരിക്കണേന്ന് അറിയാൻ വേണ്ടി അത് ഊർപ്പിച്ചിട്ട് ആളിങ്ങനെ നിൽക്കുക. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ സീന്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആൾ നിൽക്കുകയാണ് അവിടെ. മിസ്സസ് ബെന്നറ്റ് കൺഗ്രാജുലേഷൻസ് ഓൺ ദ ഹാപ്പി പ്രോസ്പെക്ട് ഓഫ് യുവർ നിയർ കണക്ഷൻ. മിസ്സസ് ബെന്നറ്റ് വേഗം എന്താ പറയുക വീണടത്ത് കിടന്ന് ഉരുളെന്ന് പറഞ്ഞാൽ വരിക്ക് വേഗം ചാടി കയറിയിട്ട് എന്താ പറയുക കൺഗ്രാജുലേഷൻ മോളെ, നിനക്ക് എന്തായാലും നിയർ കണക്ഷനിൽ നിന്ന് തന്നെ നിനക്കൊരു റിലേഷൻ കിട്ടിയല്ലോ, നന്നായി അടിപൊളി ചെയ്യുന്ന പറഞ്ഞിട്ട് ആൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. മിസ്റ്റർ കോളിൻസ് near connection is the truth of it. Miss Elizabeth has refused, naturally, as one of such bashful modesty and genuinely delicacy of character would on first proposal. അപ്പോൾ മിസ്റ്റർ കോളിൻസ് പറയാം ശരിയാണ്, നിയർ കണക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ സംഭവം എന്താ ചെറുതായിട്ട് അവളത് റിജക്ട് ചെയ്യാനായിട്ടോ ചെയ്തത്. ഞാൻ പ്രപ്പോസൊക്കെ ചെയ്തു, കൺഗ്രാജുലേഷനൊക്കെ ഞാൻ വാങ്ങാം, പക്ഷേ അവൾ എന്ത് ചെയ്തു, അവളത് നൈസായിട്ട് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ ആ ഒരു എന്താ പറയുക ഫസ്റ്റ് പ്രപ്പോസൽ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും എന്താണ് അവളത് റിജക്ട് ചെയ്തിട്ടുണ്ട്. മിസ്സസ് ബെന്നറ്റ് ഓ ഷീ ഈസ് വെരി ഹെഡ് സ്ട്രോങ് ഫൂളിഷ് ഗേൾ. അപ്പോൾ അവളൊരു ഹെഡ് സ്ട്രോങ് നമ്മൾ പറയുന്നത് എന്താ പറയുക അത്യാവശ്യം നല്ല സ്ട്രോങ് ആയാലും അല്ലെങ്കിൽ തലക്കനുള്ളതെന്നൊക്കെ പറയല്ലോ നമ്മൾ. അപ്പോൾ അത്തരത്തിലൊരു ഒരു മണ്ടിക്കുട്ടിയാണ്, പൊട്ട കുട്ടിയാണെന്ന് അറിയില്ലേ, അങ്ങനെ പൊട്ടി പെണ്ണാണ് അവൾ, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്. ആൻഡ് ഡസ് നോട്ട് നോ ഹെർ ഓൺ ഇൻട്രസ്റ്റ്. അവൾക്ക് അവളുടെ ഇഷ്ടം എന്താണെന്ന് പോലും അറിയില്ല. ബട്ട് ഐ വിൽ മേക്ക് ഹെർ നോ ഇറ്റ്, യു ക്യാൻ ഡിപ്പെൻഡ്. അപ്പോൾ ഞാനത് അവളെ മനസ്സിലാക്കി കൊടുക്കാം എന്താണ് അവളെ ഇഷ്ടം എന്ന് ഞാൻ അവൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമെന്ന്. അവൾക്കറിയില്ല അവളുടെ ഇഷ്ടം എന്താണെന്ന്, ഞാൻ അവൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, ഒക്കെ ഞാൻ ശരിയാക്കി തരാമെന്നാണ് അമ്മ പറയണം. മിസ്റ്റർ കോളിൻസ് പാർഡൺ മീ ഫോർ ഇൻട്രപ്റ്റിംഗ് യു മാഡം. അപ്പം ഞാനൊന്ന് ഇടയിൽ കയറിക്കോട്ടെ ഇട്ടു എന്ന് അദ്ദേഹം പറയണം. ബട്ട് ഇഫ് ഷീ ഈസ് റിയലി ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്, അവർ ശരിക്കും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഹെഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊട്ടക്കുട്ടിയായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഐ നോ നോട്ട് വെദർ ഷീ വുഡ് ഓൾ ടുഗെദർ ബി സോ വെരി ഡിസയറബിൾ എ വൈഫ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഭാര്യയാവാൻ അവളെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല. ഇഫ് ഷീ ആക്ച്വലി പേഴ്സൺസ് ഇൻ റിജക്റ്റിംഗ് മൈ സ്യൂട്ട് പെർഹാപ്സ് ഇറ്റ് വർ ബെറ്റർ നോട്ട് ടു ഫോഴ്സ് ഹർ. Because if liable to such defects of temper, she could not contribute much to my felicity. അപ്പോൾ അവൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അവളെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. കാരണം താല്പര്യം ഇല്ലാതെ അവളെ എന്നെ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പ്രത്യേകിച്ച് എൻ്റെ എന്താ പറയുക എൻ്റെ ആ ഒരു എന്താ പറയുക പുരോഗമനത്തിനോ അല്ലെങ്കിൽ ഉന്നമനത്തിനോ ഒന്നും വേണ്ട ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും അവൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് അയാൾ പറയണം. മിസ്സസ് ബെന്നറ്റ് സർ യു ക്വൈറ്റ് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊട്ട കുട്ടിയാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഹെഡ് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണെന്നുള്ളത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇൻ എവറിത്തിങ് എൽസ് ലിസ് ഈസ് ആസ് ഗുഡ് നേച്ചേർഡ് എ ഗേൾ ആസ് എവർ ലിവ്ഡ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അവൾ നല്ല കുട്ടിയാണ്. ഞാൻ അങ്ങനെ പൊട്ടക്കുട്ടി അല്ലെങ്കിൽ എന്താ പറയുക ഫൂളിഷ് ഗേൾ എന്നുള്ളതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവൾ എല്ലാ കാര്യത്തിലും നല്ല അടിപൊളിയാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ കോളിൻസിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മിസ്റ്റർ ബെന്നറ്റ് എൻഡേഴ്സ്. അപ്പോഴേക്കും അച്ഛൻ കയറി വരികയാണ്. ഓ മിസ്റ്റർ ബെന്നറ്റ് യു ആർ വോണ്ടഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. വി ആർ ഓൾ ഇൻ ആൻ അപ്രോഡ്. യു മസ്റ്റ് മേക്ക് ലിസി മാരി മിസ്റ്റർ കോളിൻസ് ആൻഡ് ഇഫ് യു ഡു നോട്ട് മേക്ക് ഹേസ്റ്റ് ഹി വിൽ ചേഞ്ച് ഹിസ് മൈൻഡ് ആൻഡ് നോട്ട് ഹാവ് ഹർ. അപ്പോൾ എന്താ വൈഫ് അതായത് എലിസബത്തിൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾ എലിസബത്തിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും കോളിൻസിനെ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കണം. അത് വൈകുന്നതിനനുസരിച്ചിട്ട് ഇയാളുടെ മനസ്സ് മാറും, കോളിൻസിൻ്റെ മനസ്സ് മാറിയിട്ട് അവളെ വേണ്ടാന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെടുമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറയണം. മിസ്റ്റർ ബെന്നറ്റ് I had not the pleasure of understanding you. Of what are you talking? അപ്പോൾ മിസ്റ്റർ ബെന്നറ്റ് ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. മിസ്സസ് ബെന്നറ്റ് അമ്മ ഓൾറെഡി ഇത് കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് വാതിലിൻ്റെ അവിടെ ചെയ്ത് വെച്ചിട്ടാണ്. പക്ഷേ അച്ഛനതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്തിനെക്കുറിച്ചാണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മിസ്സസ് ബെന്നറ്റ് ദ വൺ വോണ്ട് ഹാവ് ദ അതർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റേ ആളിനെ വേണ്ടി വരില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തില്ല. മിസ്റ്റർ ബെന്നറ്റ് ദെൻ ഇറ്റ് സീംസ് എ ഹോപ്പ്ലെസ് ബിസിനസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമില്ല, ഒരാൾക്ക് മറ്റേയാളെ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കല്യാണം കഴിപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് അച്ഛൻ പറയുന്നത്. കാരണം ഇതിൽ അച്ഛൻ്റെ ക്യാരക്ടർ ശ്രദ്ധിക്കുക. അമ്മയ്ക്കെന്ന് പറയുന്നത് കുട്ടികൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള വീട്ടിലേക്ക് പോകണം, ആ ഒരു എന്താ പറയുക സോഷ്യൽ സ്റ്റേറ്റസ് കീപ്പ് ചെയ്യുന്ന വീട്ടിലേക്ക് പോകണം, അങ്ങനെയൊക്കെയാണ്. അച്ഛൻ അതേസമയം കുറച്ചുകൂടെ ലിബറലാണ്, കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വ്യക്തിയാണ്. കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിക്ക് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. അങ്ങനത്തെയൊക്കെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ മിസ്സസ് ബെന്നറ്റ് പറയട്ടെ ലിസി ദാറ്റ് യു ഇൻസിസ്റ്റ് അപ്പോൺ ഹർ മാരിയിങ് മിസ്റ്റർ കോളിൻസ്. അപ്പോൾ അമ്മ പറയാണ് നിങ്ങൾ ലിസിയോടൊന്ന് പറയണം, നമ്മൾ എന്താ പറയുക മിസ്റ്റർ കോളിൻസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കണം. മിസ്റ്റർ ബെന്നറ്റ് ലെറ്റ് ഹർ ബി കോൾ. ശരി അവളെ ഒന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിസ്സസ് ബെന്നറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ലിസിയെ വിളിക്കുന്നുണ്ട്, ലിസി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എലിസബത്ത് റിട്ടേൺസ്. എലിസബത്ത് വിളി കേട്ട് തിരിച്ചു വരുന്നു. മിസ്റ്റർ കോളിൻസ് ആൻഡ് I shall retire from this familiar scene.
ഹിരസ്. മിസ്റ്റർ കൊളിൻസ് പറയണ ശരി, എന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങട്ടെ, അവരുടെ കുടുംബക്കാർ അവർ അച്ഛനും മക്കളും കൂടെ സംസാരിക്കില്ല, അമ്മയും മക്കളും കൂടെ. അപ്പോൾ ആ സമയത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങുകയാണ്. മിസ്റ്റർ ബെനറ്റ്, കം ഹിയർ ചൈൽഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മിസ്റ്റർ കൊളിൻസ് ഹാസ് മെയ്ഡ് യു ആൻ ഓഫർ ഓഫ് മാരേജ്. മിസ്റ്റർ ബെനറ്റ്, അച്ഛൻ ചോദിക്കുകയാണ്, എവിടെ വാ മോളെ, ഞാൻ അറിഞ്ഞു ഇങ്ങനെ മിസ്റ്റർ കൊളിൻസ് നിന്നെ കല്യാണം കഴിക്കാൻ പ്രപ്പോസൽ വെച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എലിസബത്ത് പറയണം, ഇറ്റ്സ് ട്രൂ സർ. അപ്പോൾ ഇവിടെ സർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അച്ഛനെയാണ് കേട്ടോ. അപ്പോൾ ശരിയാണ് എന്ന് പറയുന്നുണ്ട് മിസ്റ്റർ ബെനറ്റ്. ആൻഡ് ദിസ് ഓഫർ യു ഹാവ് റെഫ്യൂസ്ഡ്, അത് നീ റെഫ്യൂസ് ചെയ്തോ, നീ അത് തിരസ്കരിച്ചിട്ടുണ്ടായിരുന്നോ, വേണ്ടാന്ന് വെച്ചോ? എലിസബത്ത് അവിടെ യെസ് എന്ന് പറയുന്നുണ്ട്, ഐ ഹാവ് സർ. മിസ്റ്റർ ബെനറ്റ്, യുവർ മദർ ഇൻസിസ്റ്റ് അപ്പോൺ യു അക്സെപ്റ്റിംഗ് ഇറ്റ്. സോ മിസ്സസ് ബെനറ്റ് പറയാം, നിന്റെ അമ്മയ്ക്ക് നീ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് അല്ലേ, അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വൈഫിൻ്റെ അടുത്ത്. മിസ്റ്റർ ബെനറ്റ് പറയുന്നത് യെസ് or I will never see her or talk to her again. അപ്പോൾ ഞാൻ അവളത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവളുടെ അടുത്ത് മിണ്ടാൻ പോണില്ല. Not that I have much pleasure in talking to anybody. People who suffer as I do from nervous complaints can have no inclination from talking. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് അവളെന്ന് അല്ലെങ്കിൽ ആരടുത്തും ഞാൻ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മിസ്റ്റർ കൊളിൻസിനെ കല്യാണം കഴിച്ച് തന്നെ ആവണം. മിസ്റ്റർ ബെനറ്റ്, സോ എലിസബത്ത്, an unhappy alternative is before you. അപ്പോൾ മിസ്റ്റർ ബെനറ്റ് പറഞ്ഞു, ശരിക്കും നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, രണ്ടും അൺഹാപ്പി തന്നെയാണ്, 2 ഓപ്ഷൻസ് എൻ്റെ മുന്നിലുണ്ട്. യുവർ മദർ വിൽ നെവർ സീ യു അഗെയിൻ ഇഫ് യു ഡു നോട്ട് മാരി മിസ്റ്റർ കൊളിൻസ്. നീ മിസ്റ്റർ കൊളിൻസിനെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിൻ്റെ അമ്മ നിന്നെ കാണുക സംസാരിക്കുകയോ ചെയ്യില്ല. അതായത് മിസ്റ്റർ കൊളിൻസിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ ഒരിക്കലും നിന്നെ കാണുക സംസാരിക്കുകയൊന്നുമില്ല. കാരണം അമ്മയ്ക്ക് എന്താ ആഗ്രഹം, മിസ്റ്റർ കൊളിൻസിനെ മകൾ കല്യാണം കഴിക്കണം എന്നുള്ളത്. ആൻഡ് ഐ വിൽ നെവർ സീ യു അഗെയിൻ ഇഫ് യു ഡു. അതേസമയം നിനക്ക് ഇഷ്ടമല്ലാത്ത ഈ കല്യാണം, മിസ്റ്റർ കൊളിൻസുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അച്ഛനും നിൻ്റെ കൂടെ ഉണ്ടാവില്ല, ഞാനും നിന്നെ കാണും സംസാരിക്കുകയൊന്നുമില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, അച്ഛൻ മകളോട് കൂടെയാണ്, മകൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവളെ ചെയ്യേണ്ട, അവളിഞ്ഞത് ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് സമ്മതിക്കാൻ പോയാൽ പിന്നെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അവളെ ഇഷ്ടമല്ല പ്രധാനം, സമ്പത്താണ് പ്രധാനം. അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടമാണ് പ്രധാനം. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ എലിസബത്തിന് ഭയങ്കര സന്തോഷമാവണം, അച്ഛൻ കൂടെ ഒന്നല്ലോ. എലിസബത്ത് സ്മൈൽസ്. മിസ്സസ് ബെന്നറ്റ് ഫോർ വൺസ് സ്പീച്ച്ലെസ്. പക്ഷേ അപ്പോഴേക്കും എന്താണ്, അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അവരവിടെ സൈലൻ്റ് ആയി പോകും. കാരണം അവിടെ ഹസ്ബൻഡ് കൂടെ നിൽക്കുന്നു വിചാരിച്ചു, ഹസ്ബൻഡിന് കൂടെ നിന്നില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ആക്ച്വലി മിസ്റ്റർ കൊളിൻസ് ഒറിജിനൽ നോവലിനകത്ത് ഇവളെ പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫൈനലി ഇയാൾ കല്യാണം കഴിക്കുന്നു, ഇവളത് റിജക്റ്റും ചെയ്തല്ലോ, അച്ഛനും വേണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫൈനലി ഇയാൾ എലിസബത്തിൻ്റെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കുന്നുണ്ട്. ആ കുട്ടിയെ ഇതേപോലെ ഇയാൾ പ്രപ്പോസ് ചെയ്തോടനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അതായത് അവൾക്ക് വേണ്ടത് ഇയാളുടെ ഇഷ്ടം കൊണ്ടൊന്നല്ല, അയാൾ റിച്ച് ആയതുകൊണ്ട് അയാളെ കല്യാണം കഴിക്കുന്നു എന്നുള്ള രീതിക്ക് കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ക്യാരക്ടേഴ്സ് ഓർക്കുക, മിസ്റ്റർ കൊളിൻസിൻ്റെ ഒരു എന്താ പറയുക സ്വഭാവ രീതി നമുക്ക് മനസ്സിലായില്ല, അത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ എലിസബത്തിൻ്റെ ആ ഒരു ആസ് എ വുമൺ ക്യാരക്ടർ, ആ ഒരു അന്നത്തെ കാലഘട്ടത്തിലും അതുപോലെ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട്, നല്ലൊരു അവനവൻ്റെ ഇഷ്ടം ഓപ്പണായി പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ള രീതിക്ക് എലിസബത്തിനെ ഓർക്കുക. പിന്നെ മിസ്റ്റർ ബെന്നറ്റിൻ്റെയും മിസ്സസ് ബെന്നറ്റ്, ഒരാൾ സമ്പത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറ്റേ ആൾ മകളുടെ ഇഷ്ടത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് എല്ലാവരും ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആ സമയത്തെ സാമൂഹിക സിറ്റുവേഷനെ കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ല, അതുമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കട്ടെ. അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. താങ്ക്